പ്രിയപ്പെട്ടവരെ നമസ്കാരം, സനോജാണ്. ഒരിക്കൽ കൂടി ഞാൻ ഈ ബാംബൂ തോട്ടത്തിലേക്ക് വന്നിരിക്കുകയാണ്. നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾക്കൊക്കെ ഇങ്ങനെ നോക്കുമ്പോൾ ഇത് വെറും മുളയായിട്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്. പക്ഷേ ഞാൻ കാണുന്നത് മുളയല്ല. ഇത് എന്താ പറയുക, എനിക്ക് ഇതിൻ്റെ തലപ്പ് കണ്ടില്ലേ, ഏകദേശം ഒരു 35 അടി ഹൈറ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ നോക്കുമ്പോൾ എനിക്ക് കാണുന്നത് ഒരു പേനയായിട്ടാണ്. എന്ന് വെച്ചാൽ മുളയുടെ പേനയായിട്ടാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ ഞാൻ ഈ മുളയുടെ പേന അന്വേഷിച്ചാണ് കൊടുക്കുന്നത്. പക്ഷെ നോക്കുമ്പോൾ നല്ല 30-35 അടി ഹൈറ്റിലിങ്ങനെ നിൽക്കണം. അപ്പോൾ അതിലിത് ഒരെണ്ണം ഇന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് ഇവിടുന്ന് കൊണ്ടുപോകണം. അത് കഴിഞ്ഞിട്ട് ഞാൻ വീട്ടിൽ പോയിട്ട് ഇതിൻ്റെ ബാക്കി നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണാം. അതിൻ്റെ വീഡിയോ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ അതിന് താഴെ ഒരു ബെല്ലൈക്കൺ കൂടി ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു. വീഡിയോ മുഴുവനും കാണുക, കാരണം ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആണ്. അപ്പോൾ പാർട്ടായിട്ടാണ് ഇടുന്നത്. ഫുൾ ലെങ്ത് ആകുമ്പോൾ ഒരുപാട് നീളം വരുന്നതുകൊണ്ട് പാർട്ടായിട്ടാണ് ഇടുന്നത്. അപ്പോൾ മുഴുവനായിട്ട് കണ്ടിട്ട് സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പഠിക്കുക. അപ്പോൾ ഒരു ബാംബു പേനയാണ് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു. ഇന്ന് നമുക്ക് അടുത്ത് ചിരട്ടയുടെ വർക്കാണ്. ചിരട്ട നമുക്ക് അതിൽ ഫിറ്റ് ചെയ്തിട്ട് അതെങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചിരട്ട കിട്ടിയിട്ടുണ്ട്. ഇവിടെ ഇത്ര വന്ന പീസ് 1 2 3. ഓക്കെ, അപ്പോൾ നമുക്ക് ചിരട്ട വലിയൊരു പീസ് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റാം. ഒരു പീസ്, 2 പീസ്, 1 പീസ് ആക്കണം. 4 പീസ് വേണ്ട. നാല് പീസായിട്ടുണ്ട്. 4 പീസ് ചിരട്ടയുണ്ട്. എന്തിനാ 4 പീസ് ചോദിച്ചാൽ, ഒരു പീസ് നമുക്കൊന്ന് ഒട്ടിക്കണം. അങ്ങനെ കറക്റ്റായിട്ട് ഒട്ടിക്കണം. നമുക്ക് ഉരച്ചെടുത്തതിന് ശേഷം ഇത് കട്ടി കുറച്ച് കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ചെറിയ പീസ്, ഈ 2 പീസും കൂടി ചേർത്തി ഒട്ടിക്കണം. ഒട്ടിച്ചത് ഒറ്റ പീസാക്കി എടുക്കണം. ഓക്കെ, അതവിടെ ഇരിക്കട്ടെ. ഒട്ടിക്കാം. നമുക്ക് ഇത് ഒന്ന് രാവി എടുക്കുക. അടുത്ത പീസും മുറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് പശയുണ്ട്. നമ്മൾ സൂപ്പർ ഗ്ലൂ, അതായത് വുഡ് ഫിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഫെവിക്കോളിൻ്റെ വുഡ് ഫില്ലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് ഒട്ടണം. അതവിടെ ഇരിക്കട്ടെ. അത് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അത് മാറ്റി വെച്ചിട്ട് അടുത്തത് ചെയ്യാം. പിന്നെ നമുക്കൊരു ഡ്രില്ലറിൻ്റെ ഒരു സഹായം ആവശ്യമുണ്ട്. കാരണം ഇതിന് ചെറിയൊരു ഹോൾ ഇടണം. നമ്മുടെ പേനയുടെ ഇത്രയും വലിയ ഒരിത് വരുമ്പോൾ നമുക്ക് ചെറിയൊരു ഹോള് ആവശ്യമാണ്. അപ്പോൾ അതിടാൻ വേണ്ടി നമ്മൾ ഡ്രില്ലറിൻ്റെ സഹായം എടുക്കണം. ഫുള്ളി തുളയ്ക്കാൻ വേണ്ടി മാത്രം. അപ്പോൾ ഡ്രില്ലർ ഉള്ളത് കൊണ്ടാണ്. ഡ്രില്ലർ ഇല്ലെങ്കിൽ നമുക്കത് ഈ
കമ്പി പഴുപ്പിച്ച് ചൂടാക്കിയിട്ട് നമുക്ക് അങ്ങനെ വയ്ക്കാം. അങ്ങനെ അടുപ്പൊക്കെ ഉണ്ടെങ്കിൽ കമ്പി നന്നായി പഴുപ്പിച്ച് ചൂടാക്കി കഴിഞ്ഞാൽ ഹോളാവും. നമ്മൾ ഡ്രില്ലർ ഉപയോഗിച്ചിട്ട് ഒരു ഹോളിടാൻ പോകണം. ഇതിൽ നമ്മൾ ഒട്ടിക്കാൻ പോകണം. ഏകദേശം സെൻറ്റർ നോക്കിയിട്ട് ഒട്ടിക്കണം. പശ തേക്കാൻ പോകണം. അപ്പോൾ വുഡ് ഫില്ല് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞു. ഇനി ഇത് ഉണങ്ങണം. ഒരു ഹോള് സെൻറ്ററിൽ ഇട്ട് കൊടുക്കട്ടെ. ഓക്കെ, അപ്പോൾ നമ്മുടെ നിബ്ബ് കറക്റ്റായിട്ട് പുറത്ത് ചാടിയിട്ടുണ്ട്. ഇത്തിരി മതി, കണ്ടല്ലേ? ഇനി ഇവനെ അങ്ങ് നമുക്ക് ഒട്ടിക്കണം. ഇവനെ ഇതിലേക്ക് ചേർത്തി ഒട്ടിക്കണം. അപ്പോൾ ഇത് കൃത്യമായിട്ട് ഒട്ടിയിട്ടുണ്ട്. അതിനിടയിൽ എൻ്റെ കയ്യൊന്ന് ഒട്ടിപ്പിടിച്ചു അല്ലേ. സൂപ്പർ ഗ്ലൂ ഒന്നും ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കൈയും കൂടി അതിൽ ഒട്ടിപ്പിടിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ വരച്ചെടുത്താൽ മതി. കുറച്ച് വെള്ളമൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ പൊക്കോളും. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ശ്രദ്ധിക്കണം. ഇവനെ നമുക്ക് രാവി എടുക്കണം. അതിന് മുമ്പ് സൈഡ് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ പകുതി വിജയിച്ചു. ഇതിൻ്റെ 4 സൈഡും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉള്ളിൽ നിന്ന് റൗണ്ടാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളിത് ഹോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഫയൽ ചെയ്യണം. അപ്പോൾ നമുക്ക് ശരിക്കുള്ള ഒറിജിനൽ ഇരുമ്പ് ഫയൽ വേണമെങ്കിൽ വാങ്ങാം. അപ്പോൾ നമ്മളൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് ചെറിയൊരു ഇതിനുള്ളിൽ കൊള്ളുന്നൊരു കമ്പിൽ ഈ സാൻഡ് പേപ്പർ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചിട്ട്, ഫെവിക്കോളല്ല സൂപ്പർ ഗ്ലൂ വെച്ച് ഒട്ടിച്ചിട്ട് നമ്മളിത് ഫയൽ ചെയ്യാൻ പോകണം. അപ്പോൾ അതിനുള്ളിലേക്ക് കടത്തി കറക്റ്റായിട്ട് രാവിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ ടോപ്പ് പാനിൻ്റെ ടോപ്പ് സെറ്റായിട്ടുണ്ട്. ചിരട്ട വെച്ചിട്ട് നമ്മൾ നല്ല കറക്റ്റായിട്ട് ഉള്ളു കറക്റ്റായിട്ടുണ്ട്. കണ്ടല്ലേ? ബാക്ക് വശം ഇങ്ങനെ ഇടാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കണം. അതിന് ഇത് ക്യാപ്പ് ഇട്ടിട്ട് തന്നെ ചെയ്യണം. അപ്പോഴേ അത് കറക്റ്റ് ആവുള്ളൂ. അപ്പോൾ നമുക്ക് റബ്ബ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഡബിളാക്കി ഒട്ടിച്ച് വെച്ചിട്ടുള്ള ചിരട്ട റീഫിലിടാവുന്ന കുഴൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം.
ആ ചിരട്ട കട്ടി തീർക്കാം. അപ്പോൾ നമ്മുടെ പാൻ ഇടുന്ന ഇത് ഹോള് ശരിയായിട്ടുണ്ട്. നമുക്കൊന്ന് ഇട്ട് നോക്കാം. വാറേ വാ, ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ഭാഗം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്ത് നോക്കാം. ഇതിലേക്കൊന്ന് സെറ്റ് ചെയ്യാം. ശരിക്കും ഒരു നീളം നമുക്കിവിടെ വെച്ച് ലോക്ക് ചെയ്യണം. ശരിക്കും ഈ പാനേക്കാളും കുറച്ചുകൂടി നീളമുള്ള സാധനം കിട്ടിയാലും നീളമുള്ള റീഫിൽ കിട്ടിയാലും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി ഇത്രയും നീട്ടിട്ടിരിക്കുന്നത്. ശരിക്കും ഇവിടെ നമ്മൾ ലോക്ക് ചെയ്തിട്ടാണ് ഇതിനകത്തൊരു ചെറിയ പീസ് ഇട്ട് ലോക്ക് ചെയ്യും. ലോക്ക് ചെയ്തിട്ട് ആണ് ഇത് ഉപയോഗിക്കുന്നത്. പക്ഷേ നമുക്ക് എന്താ പറയുക, ഇപ്പോൾ ഈ റീഫിൽ അല്ല ഉപയോഗിക്കുന്നത്, വേറെ പുതിയൊരു റീഫിൽ വാങ്ങിയിട്ട് ഇടണം. അപ്പോൾ ഇത് പഴയ റീഫിലാണ് എൻ്റെ അടുത്തുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാനത് ലോക്ക് ചെയ്യുന്നില്ല. അല്ലെങ്കിൽ നമ്മളിവിടെ ഒരു ചെറിയൊരു പീസ് വെച്ചിട്ട് ഇതിൻ്റെ ബാക്കിലൊരു ചെറിയൊരു പീസ് പോലെ ഇങ്ങനെ വെച്ചിട്ട് ഉള്ളിൽ കൊടുത്ത് ലോക്ക് ചെയ്യും. ഇവിടെ ലോക്ക് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ബാക്കിൽ ലോക്ക് ചെയ്യാൻ പോവാണ്. നമ്മളിവിടെ ഒരു പീസ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതെടുത്തിട്ട് നമ്മൾ ഇതിലൊട്ടിക്കുകയാണ്. കുറച്ച് പശ ഒഴിച്ച് കൊടുക്കുക. ഇവിടെയും കുറച്ച് പശ വയ്ക്കുക. ഇങ്ങനെ വെച്ച് കൊടുക്കുക. ചെറിയ ഗ്യാപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പൊടി, ഇതിൻ്റെ തന്നെ പൊടി ഉണ്ടാവും, അതൊന്നിങ്ങനെ അതിലിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഗ്യാപ്പൊക്കെ ഉണ്ട് ഫില്ലായിക്കോളും. അപ്പോൾ ഇതവിടെ കിട്ടെ. പാനയുടെ ടോപ്പ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ്. നേരത്തെ ചെയ്ത പോലെ തന്നെ കുറച്ച് പൊടിയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്യാപ്പൊക്കെ അങ്ങ് ഫില്ലായി ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളും. ഇത് ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ പൊട്ടിച്ച് വെച്ചിട്ടുള്ളത് ഉണങ്ങിയിട്ടുണ്ട്. ഇത് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ പേന ഏകദേശം ഫിനിഷിങ് പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല നൈസ് സാൻഡ് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പേന റെഡി. അപ്പോൾ നമ്മുടെ പേന പണി കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മളിങ്ങനെ കയറ്റിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുന്നു. ടോപ്പിലേക്ക് കയറ്റുന്നു. ഇനി നമുക്ക് ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഇതിൻ്റെ ക്യാപ്പിൽ നമ്മുടെ ഇത് വെക്കണം. ഇതിൻ്റെ ടോപ്പിൽ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേന റെഡി ആയിരിക്കും. നമ്മൾ കുറച്ച് സൂപ്പർ ഗ്ലൂ എടുത്തിട്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. പശ ഒട്ടുന്നത് വരെ അങ്ങനെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. കുറച്ച് പൊടി ഇട്ട് കൊടുക്കാം. ബലം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഇതിൽ ഒന്ന് റബ്ബ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ എടുത്ത്
ഇതിലൊന്ന് ഇങ്ങനെ തടവി കൊടുക്കുക. ചിരട്ടയിൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ബാംബൂ പേന റെഡി ആയിട്ടുണ്ട്.